എൻ്റെ പട്ടം എന്നെ സംബന്ധിച്ച് അത്ഭുതമായിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു അത്ഭുതം തന്നെയാണ്. കാരണം ഞാൻ ഈ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ പട്ടം ഡിസംബർ 27 നടക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റോമിലായിരിക്കുന്ന സമയത്ത് പിതാവ് റോമിൽ വന്ന് ഞങ്ങൾക്ക് ഡീക്കൺ പട്ടം തരാനൊക്കെയുള്ള എല്ലാ പദ്ധതികളും പൂർത്തിയാക്കിയപ്പോഴാണ് കൊറോണ വില്ലനായിട്ട് എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അപ്പം ഞാൻ പക്ഷെ പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോ എനിക്ക് 27 ഡിസംബറിന് പട്ടം കിട്ടണം. അപ്പോൾ അങ്ങനെ ഡീക്കൺ പട്ടം മുടങ്ങി ഞങ്ങൾ തിരിച്ച് ഇന്ത്യയിൽ വന്നു. പിന്നീട് ഏകദേശം ഒക്ടോബറോട് കൂടിയാണ് എനിക്ക് ഡീക്കൺ പട്ടം തരുന്നത്. അത് പിതാവ് ഡൽഹിയിലാണ്. അപ്പം മാനന്തവാടി രൂപതയുടെ പിതാവാണ് എനിക്ക്, പെരുന്നടം പിതാവാണ് എനിക്ക് പിന്നെ പട്ടം തന്നത്, ഡീക്കൺ പട്ടം തന്നത്. ഡീക്കൺ പട്ടം തന്നു കഴിഞ്ഞ് പിതാവ് നേരെ എന്നെ മൈനർ സെമിനാരിയിലേക്ക് അയച്ചു, നമ്മളിപ്പോൾ ഉള്ള ഈ സെമിനാരിയിലേക്ക് അയച്ചു. ഇവിടെ ക്ലാസ് എടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ആയിരിക്കുമ്പോൾ ഒരു നവംബർ മാസത്തോടു കൂടി പിതാവിനെ വിളിച്ചിട്ട് ചോദിച്ചു, നമുക്ക് പട്ടത്തെക്കുറിച്ചൊക്കെ വേണമെങ്കിൽ ചിന്തിക്കാം, അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്ലാൻ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാവും. കാരണം ഒരിക്കലും ഡിസംബറിൽ പട്ടം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന എനിക്ക് പട്ടം ഡിസംബറിൽ കിട്ടാൻ പോകുകയെന്ന് അറിയുമ്പോൾ ഉറപ്പായിട്ടും സന്തോഷം ഉണ്ടാവും. അങ്ങനെ ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവ് ചിന്തിക്കുന്ന പോലെ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിതാവ് പറഞ്ഞു, എനിക്ക് അവിടെ വന്ന് പട്ടം തരാൻ പറ്റില്ല, കാരണം അന്ന് ഇങ്ങോട്ടുള്ള യാത്രകളൊന്നുമില്ല. ഡിസംബർ മാസമാണ് 2020. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, പാമ്പ്ലാനി പിതാവിനോട് ഒരു ഡേറ്റ് ചോദിച്ചു നോക്ക്, പാമ്പ്ലാനി പിതാവിൻ്റെ സമയമുണ്ട്, അല്ലെങ്കിൽ തലശ്ശേരി രൂപതയിലെ മറ്റേതെങ്കിലും പിതാക്കന്മാരുണ്ടെങ്കിൽ നമുക്ക് പട്ടം നടത്താം എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഫോണെടുത്ത്, പിതാവ് ഫോൺ വെച്ചു, ഞാൻ നേരെ പാമ്പ്ലാനി പിതാവിനെ വിളിച്ചു. പാമ്പ്ലാനി പിതാവിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ പാമ്പ്ലാനി പിതാവിനോട് പറഞ്ഞു, ഡിസംബർ മാസം ഏകദേശം ജനുവരി 6 വരെ എല്ലാ ദിവസവും ബ്ലോക്ക്ഡാണ്, ഒരു ദിവസം പോലും പട്ടം തരാനില്ല. നീ സത്യമായിട്ടും വളരെയധികം വിഷമമായി. അപ്പം ആ സമയത്ത് പട്ടം നടക്കണമല്ലോ. അപ്പം ഞാൻ വന്ന് കുറച്ച് സമയം സെമിനാരിയുടെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പാമ്പ്ലാനി പിതാവ് എന്നെ തിരിച്ചു വിളിച്ചു. പാമ്പ്ലാനി പിതാവ് എന്നോട് പറഞ്ഞു, 27-ാം തീയതി ഒരു ഞായറാഴ്ചയാണ്, അന്നൊരു ദിവസം എനിക്ക് പട്ടങ്ങളൊന്നും ഞാൻ ഏറ്റിട്ടില്ല, രാവിലെ ഞാൻ ഫ്രീ ആണെന്ന് പറഞ്ഞു പിതാവ്. സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഉറപ്പായിട്ട് ഉത്തരം തരും, അത് നടത്തുമെന്നുള്ളതിന് ഒരു അടിയുറച്ച് എനിക്ക് മനസ്സിലാക്കി തന്നൊരു സമയം കൂടിയാണത്. കാരണം അന്നാണ് എൻ്റെ ഫീസ്റ്റ്, ജോൺ എന്നാണ് എൻ്റെ പേര്. അപ്പം 27-ാം തീയതിയാണ് എൻ്റെ ഫീസ്റ്റ്. അപ്പം അന്നത്തെ ദിവസം തന്നെ പട്ടം വേണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. ദൈവം ആഗ്രഹിച്ച രീതിയിൽ അത് നടത്തി എന്നുള്ളതും സത്യമാണ്. അങ്ങനെ പിതാവ് തന്നെ ഇടവക വികാരി അച്ഛനോട് പറഞ്ഞ് ഡിസംബർ 27 ഞായറാഴ്ച എൻ്റെ പട്ടം നടന്നു. അത്ഭുതമല്ല?